ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക പരമ്പരയ്ക്ക് മുന്നായി പ്രസ് കോൺഫറൻസ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പുതിയ കോച്ചായി ചുമതലയേറ്റ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടറായ അജിത് അഗാർക്കറും. അതിനുശേഷം ഇന്ത്യൻ ടീം ശ്രീലങ്കയിലേക്ക് തിരിച്ചു. നിരവധി ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഇന്ത്യൻ ടീം സ്ക്വാഡ് സെലക്ഷന് ശേഷം ഒരുപാട് ഉയർന്ന ചോദ്യമാണ് എന്തുകൊണ്ട് സഞ്ജു സാംസൺ ODI ലിസ്റ്റിൽ നിന്നും പുറത്തായി. കൂടാതെ ഋതുരാജ് ഗെയ്ക്വാദും അഭിഷേക് ശർമ്മയും എന്നിവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം അവിടെ ഉയർന്നിരുന്നു. ഇന്ത്യ അവസാനമായി കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. ഫൈനൽ മാച്ചിൽ മാച്ച് വിന്നിംഗ് പെർഫോമൻസ് ആണ് താരം കാഴ്ചവെച്ചത്. IPL മികച്ച പ്രകടനം നടത്തി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ച താരമാണ് സഞ്ജു സാംസൺ. സിംബാബ്വെ സീരീസിലും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടാതെ സിംബാബ്വെ സീരീസിൽ ഋതുരാജ് ഗെയ്ക്വാദും അഭിഷേക് ശർമ്മയും മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഉയർന്നു വന്ന ചോദ്യത്തിന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 15 അംഗ ടീമിൽ ഉൾപ്പെടുത്താൻ എല്ലാവരെയും സാധിക്കുകയില്ല. ടീമിൽ ഉൾപ്പെടാതെ പോയ ഏതൊരു കളിക്കാരനും പ്രയാസമുണ്ടാകും. ചിലപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 15 അംഗ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്നാണ് താരം പറഞ്ഞത്. ഉദാഹരണമായി റിങ്കു സിംഗിന്റെ കാര്യം പറയുകയുണ്ടായി. തൻ്റെതല്ലാത്ത കാരണത്താലാണ് റിങ്കു സിംഗിന് T20 വേൾഡ് കപ്പ് സംഘത്തിൽ ഉൾപ്പെടാനാവാതെ പോയത്. അവസരം നൽകാതെ എങ്ങനെ പെർഫോം ചെയ്യാനാണ്? മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ സ്ക്വാഡിൽ തിരഞ്ഞെടുക്കാത്തത് തന്നെ ഇതിന് ഉദാഹരണമാണ്. ഇത് ഗൗതം ഗംഭീരല്ല, ആര് വന്നാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. മാറ്റം വരുത്താൻ ഇവർക്ക് കഴിയില്ല. ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് തന്നെ ഇതിന് പിന്നിലുള്ള കളികളുണ്ട്. പിന്നീട് താരം പറഞ്ഞത് വിക്കറ്റ് കീപ്പർമാരിൽ മുന്നിൽ നിൽക്കുന്നത് ഋഷഭ് പന്താണ്. ഇനി വരുന്ന ആളുകളിൽ 10 ടെസ്റ്റ് ഇന്ത്യ കളിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഋഷഭ് പന്ത് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിനായിരിക്കും വിക്കറ്റ് കീപ്പിങ്ങിൽ മുൻഗണന. അങ്ങനെ വരുമ്പോൾ ഋഷഭ് പന്ത് തന്നെയാവും പ്ലേയിങ് 11 ഉണ്ടാവുക. കൂടാതെ ODIയിൽ KL രാഹുലും വന്നതിനാൽ ICC ടൂർണമെന്റിൽ നിന്നും സഞ്ജുവിനെ തടയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മികച്ച പ്രകടനം നടത്തിയിട്ടും കാര്യമില്ല എന്ന് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിലുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി അഗാർക്കർ പറഞ്ഞത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.